നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതുകൂടെ വണ്ടി വെച്ചേക്കാം. ഇതെന്താ രാജമാമ? കുറച്ച് പലഹാരങ്ങളാ. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയ സമയത്ത് മുത്തശ്ശി ഞാനും കൂടി റെഡിയാക്കിയതാ. ഇതൊക്കെ എന്തിനാ മുത്തശ്ശി ഈ വയ്യാത്തപ്പോ റെഡിയാക്കിയത്? അതൊന്നും സാരമില്ല, എന്റെ ഒരു സന്തോഷത്തിനാണെന്ന് കരുതിയാ മതി. നിനക്ക് എന്താ മോളെ പറ്റിയത്? എനിക്കൊന്നുമില്ല, അതോർത്ത് നീ വിഷമിക്കണ്ട. മുത്തശ്ശിയുടെ കാര്യങ്ങള് ഞാൻ നോക്കിക്കോളാം മോളെ. രാജമാമനോടുള്ള ധൈര്യത്തിലാ ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഗംഗേ, എനിക്കൊരു കുഴപ്പമില്ല. ഇറങ്ങാം. ആഹാ, മുത്തശ്ശിക്കിന്ന് വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ. ആ, ഇത് മുത്തശ്ശിക്കാ. ഷോ, ഇതൊക്കെ എന്തിനാ മോനെ കൊണ്ടുവന്നേ? അയ്യോ, ഇവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഗംഗേ, ഇതാ അന്ന് ക്ഷേത്രത്തിൽ വെച്ച് എന്നെ സഹായിച്ച ആള് നകുൽ. ആ, അപ്പൊ ഇതാണോ ഗംഗ, മുത്തശ്ശിയുടെ കൊച്ചുമോള്? അതെ, നകുൽ ഗംഗയെ അറിയോ? പിന്നെ ഞങ്ങൾ എല്ലാരും ക്ഷേത്രത്തിൽ വെച്ച് മീറ്റ് ചെയ്തല്ലേ. ആ, ഓ, ഞാൻ കരുതിയത് നിങ്ങൾ കപ്പിൾസ് ആണെന്നാ. സോറി കേട്ടോ. ഏയ്, അതൊന്നും സാരമില്ല. നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി ഞാനായിട്ട് പരിചയപ്പെടുത്തണ്ടല്ലോ. അത് മഹിയും എന്റെ കൊച്ചുമോൻ തന്നെയാ. ഹായ് മഹി. ഹായ്, ഞാൻ നകുൽ, ഒരു ഫോട്ടോഗ്രാഫറാ. ഫോട്ടോ എടുക്കാൻ ഉലകം ചുറ്റും. അങ്ങനെ ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോ ഈ നാടും ഈ നാട്ടുകാരും പിന്നതേ മുത്തശ്ശിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മഹി ബിസിനസ് ആണ്. ഓ, നമുക്ക് പോവാം മഹി. പോവാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇപ്പൊ തന്നെ വൈകി. ഓക്കെ, പോയിട്ട് വാ മക്കളെ. ആ ശരി. മുത്തശ്ശി, ചെല്ല്. മുത്തശ്ശിയെ ഈ അവസ്ഥയിൽ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ എങ്ങനെ പോവും? ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാം. മാളു മഹേട്ടനും പോയിക്കോട്ടെ. നിനക്ക് എപ്പോ വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാലോ മോളെ. മഹേട്ടാ, ഗംഗയ്ക്ക് മുത്തശ്ശിയുടെ കൂടെ നിൽക്കണമെങ്കിൽ നിന്നോളൂ. വേണ്ട, ഗംഗ എന്റെ കൂടെ വന്നാ മതി. ആ, വാശി പിടിക്കില്ല മാളു, മുത്തശ്ശിക്ക് വയ്യാത്തോണ്ടല്ലേ. പറ്റില്ല, ഗംഗ വന്നാലേ ഞാനും വരൂ. ഗംഗ വാ, ഗംഗ പ്ലീസ്. ഗംഗ ധൈര്യമായിട്ട് വെക്കോ. മുത്തശ്ശിയെ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ? അല്ലേ രാജേട്ടാ? അതെ അതെ. എടോ, താൻ ടെൻഷൻ ആവണ്ട, ചെല്ലേ. മുത്തശ്ശിയെ ഞാൻ നോക്കിക്കോളാം. ഇതേ എന്റെ കൂടി മുത്തശ്ശിയാ. നന്ദിയുണ്ട്. പോവാം. മഹി, എനിക്കൊരു കാര്യം ഗംഗയോട് മാത്രമായിട്ട് പറയാനുണ്ട്. ഒന്ന് വാ മോളെ. ഇപ്പൊ വരാം മഹേട്ടാ. ചെല്ല്. വാ. ഗംഗേ, നീയും മഹിയും ഈ കാണിക്കുന്നത് ശരിയല്ല. എന്താ മുത്തശ്ശി? കാര്യങ്ങൾ ഞാൻ നിന്നോട് വ്യക്തമായി പറഞ്ഞു തന്നതാ. എന്നിട്ടും നീ വീണ്ടും എന്റെ വാക്കുകൾ മറക്കുന്നുണ്ടോ എന്നൊരു സംശയം. മുത്തശ്ശി എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കാ. മുത്തശ്ശി ഒരുപാട് ലോകം കണ്ടതാ മോളെ. അതുകൊണ്ട് ഞാൻ പറയാ, നീ ഇനി കൈലാസത്തിലേക്ക് പോകരുത്. അതെങ്ങനെയാ മുത്തശ്ശി? മാളുന്റെ വാശി മുത്തശ്ശി നേരിൽ കണ്ടതല്ലേ. ഞാൻ ഇപ്പൊ ചെന്നില്ലെങ്കിൽ അത് അവൾക്ക് വലിയ വിഷമാവും. മാളുവിന്റെ വിഷമം അത് നീ കാര്യമാക്കണ്ട. അവള് കൊച്ചുകുട്ടിയാ, അതിനുള്ള വിവരവേ അവൾക്ക് കാണൂ. പക്ഷേ നീ അങ്ങനെയല്ല. നീ എനിക്ക് സത്യം ചെയ്തതൊന്നും മറന്നിട്ടില്ലല്ലോ.
എന്റെ ശ്രീ മഹേശ്വരനാണ് സത്യം. മുത്തശ്ശി പറയുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. മറന്നിട്ടല്ലേ മുത്തശ്ശി? മഹിയുടെയും ശ്രേയയുടെയും വിവാഹം വരെ നിനക്ക് ആ വീട്ടിൽ സ്ഥാനം ഉണ്ടാകൂ. അത് കഴിഞ്ഞാൽ നീ വെറും ജോലിക്കാരി മാത്രമായിരിക്കും. പിന്നെ മാളു, അവള് വലുതായി കഴിയുന്നതോടെ മാളുവിന്റെ സ്വഭാവത്തിനും മാറ്റം വരും. ഇല്ല മുത്തശ്ശി, മാളു ഒരിക്കലും എന്നെ തള്ളി പറയില്ല. അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമാണ് ഗംഗെ. നാളെ അവള് പഠിക്കാൻ ദൂരെ എവിടെയെങ്കിലും പോയാൽ നീ കൂടെ പോവോ? ഇല്ലല്ലോ. അന്നും കൈലാസത്തിന്റെ അടുക്കളയിൽ ഒതുങ്ങേണ്ടി വരും നിനക്ക്. മാളുവിനും മഹേട്ടനും വേണ്ടി ആ വീട്ടിലെ ജോലിക്കാരിയാവാനും എനിക്ക് മടിയില്ല മുത്തശ്ശി. അപ്പൊ നിനക്ക് എന്നെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലേ? ഞാനാ നിന്നെ പോറ്റി വളർത്തി ഇതുവരെ എത്തിച്ചത്. മറ്റുള്ളവരുടെ വീട്ടിൽ പോയി അവരുടെ ആട്ടും തുപ്പും കേട്ട് അടുക്കളപ്പണി എടുക്കാനല്ല. നിനക്കൊരു ജീവിതം വേണം മോളെ. ഈ മുത്തശ്ശി ജീവിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാ. മുത്തശ്ശി പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ മാളുവിനെയും മഹേട്ടനെയും മറന്നാൽ സന്തോഷത്തോടെ ഒരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല. ഇപ്പോ അവരുടെ സന്തോഷമാണ് എനിക്ക് വലുത്. ഗംഗേ വാ പോകാം. മഹി വിളിക്കുന്നുണ്ട്. ഗംഗ വരുന്നില്ല. മോൾ അച്ഛന്റെ കൂടെ പൊയ്ക്കോ. എന്താ ഗംഗ ഇത്? വാ നമുക്ക് പോകാം. മോൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്തത്? ഗംഗ വരുന്നില്ല. ഗംഗേ പ്ലീസ് ഗംഗേ, എന്നെ തനിച്ചാക്കല്ലേ ഗംഗേ. ഗംഗ ഇല്ലെങ്കിൽ എനിക്ക് പേടിയാ. വാ ഗംഗേ. വരാം മോളെ, ഞാൻ വരാം. എന്റെ മോളെ ഒരിക്കലും ഗംഗ തനിച്ചാക്കില്ല. ഗംഗേ, ഇവളെ സങ്കടപ്പെടുത്താൻ എനിക്ക് വയ്യ മുത്തശ്ശി. മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. കഷ്ടം. ആ നകുൽ ഇത് കണ്ടാൽ അവൻ എന്തു വിചാരിക്കും? നിങ്ങളെ കണ്ട് ഭാര്യാഭർത്താക്കന്മാരായി അവൻ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞത് നീയും കേട്ടതല്ലേ? മൂന്നാമതൊരാളുടെ കണ്ണിൽ അങ്ങനെ തോന്നിയത് നിങ്ങൾ തമ്മിലുള്ള പെരുമാറ്റം കൊണ്ടല്ലേ? നീ എന്തിനാ വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? വാ ഗംഗേ, നമുക്കിവിടെ നിക്കണ്ട. വേഗം പോകാം. വാ. തെറ്റായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശി. ഇനി ചെയ്യൂല്ല. മുത്തശ്ശിക്ക് എന്നെ വിശ്വസിക്കാം. ഇപ്പോ ഞാൻ പോവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.